ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ മധുരക്കിഴങ്ങ് കേട്ടോ. ഇത് അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് പീങ്ങിയെടുക്കാമെന്ന് നോക്കട്ടോ. വെള്ളമൊന്നും കുടിക്കാതെ. ഇനി വെള്ളത്തിലിട്ട് പീങ്ങിയാലും കുക്കറിലിട്ട് വിസിലെടുത്തൊക്കെ ചെയ്യാം കേട്ടോ. ആവിക്കും വേണേ വേവിച്ചാൽ. ഇത് വെള്ളത്തിലിട്ട് പീങ്ങുമ്പോഴേ ഷുഗറുള്ളവർക്കൊക്കെ നല്ലതാട്ടോ. ഏത് ഷുഗറുള്ളവർക്കും കഴിക്കാമെന്നപ്പോൾ ഇത് പറയുന്നത്. ഇതിൽ നല്ല വിറ്റാമിനും ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ അടങ്ങിയതാട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കണം. ഇത് കടയിൽ നിന്ന് കൊടുക്കണം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കുകയും ചെയ്യാം. അത് വീട്ടിലുണ്ടാക്കുമ്പോൾ ഒന്നും കൂടി നല്ലതായിരിക്കും. ഇതൊരു 3-4 വട്ടം കഴുകിയിട്ട് ഇതിന്മേൽ കൂടി ഇങ്ങനെ ഈ മണ്ണൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് നല്ലോണം ചിരണ്ടി കളഞ്ഞ് കഴുകി നല്ലോണം ഒരു കൊട്ടയ്ക്ക് വാർത്ത് വെക്കാം നമുക്ക്. ഇത് പുഴുങ്ങിയിട്ട് നമ്മളെ നല്ല ചായയുടെ കൂടെ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇതേറ്റ് പല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും. ഇതിപ്പോൾ അങ്ങനെ വെറുതെ കഴിക്കണ എല്ലാ രോഗികൾക്കും, ഏത് രോഗികൾക്കും, പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന കേട്ടോ. ഇത് നമുക്കൊരു 3-4-5 വട്ടം അതൊന്ന് കഴുകിയെടുക്കാം. ഒരു 3-4 വട്ടം നല്ലോണം അരുതി കഴുകി മണ്ണൊക്കെ കളഞ്ഞ് നമുക്കിത് മുറിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ മുറിച്ചെടുക്കാം. നല്ല ചെണ്ടൻ്റെ ആകൃതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ മുറിച്ചെടുത്തിട്ട് നമുക്ക് വെള്ളത്തിലാട്ടത് പിഴുങ്ങുന്നത്. വെള്ളത്തിൽ പിഴുങ്ങുമ്പോൾ എന്താ അറിയും, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയും ചെയ്യാം. പിന്നെ അതിൻ്റെ മണ്ണൊക്കെ പിഴുങ്ങിയ വെള്ളത്തിൽ പിന്നെ ഉണ്ടാവും. ഇനി അവിടെ ഇവിടെയൊക്കെ മണ്ണുണ്ടെങ്കിൽ അതൊക്കെ അതിൽ പോകും. ഇവിടെ നിന്ന് വാർത്തനെടുത്താൽ മതി. അങ്ങനെ എല്ലാതും ചെറുതായി നുറുക്കിയിട്ടേ നമുക്ക് വെള്ളം വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കണം കേട്ടോ. നിറക്കെ വെള്ളം വെക്കണം. നല്ലോണം വെള്ളം വെച്ചിട്ട് നമുക്ക് തിളച്ചിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് ലേശം ഉപ്പിട്ടിട്ട് നന്നായി പുഴുങ്ങിയെടുക്കാം കേട്ടോ. ഇത് നല്ലൊരു എല്ലാ രോഗികൾക്കും കഴിക്കാൻ പറ്റാമെന്നാണ് പറയണത്. ഇത് കഴിച്ചാൽ പിന്നെ നമുക്ക് ചോറൊന്നും കഴിക്കണം കേട്ടോ. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇത് പറ്റും. വയറ് നിറഞ്ഞു പോവും. നല്ല ശോധനയൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് കഴിച്ചാൽ. വയറിനൊക്കെ നല്ല സുഖമാണ്. നമുക്ക് ചെണ്ട മുറിക്കും പോലെയൊക്കെ ഒന്ന് മുറിച്ചെടുത്താലോ. നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ മധുരക്കിഴങ്ങൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടേ അതിൻ്റെ മുകളിൽ വെള്ളം വരുന്ന തക്കത്തിൽ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. കിഴങ്ങിൻ്റെ മുകളിൽ വെള്ളം നിൽക്കണം കേട്ടോ. അപ്പോഴേ അത് വേകുള്ളൂ. അതിൻ്റെ ചളി ഒക്കെ നല്ലോണം കേട്ടേ അതിമത്തെ എല്ലാ മണ്ണും ഇങ്ങോട്ട് ഇറങ്ങും കേട്ടോ. വേകുമ്പോൾ അടിയിൽ എന്തെങ്കിലും ചളിയൊക്കെ ഉണ്ടെങ്കിൽ എത്ര കഴുകിയാലും ഒരു കറുത്ത കളറാക്കാരം വിഴുങ്ങി കഴിഞ്ഞാൽ. അങ്ങനെ നമ്മളെ ഫ്ലെയിമൊക്കെ നല്ലോണം കൂട്ടിയിട്ട് നല്ലോണം തിളച്ച് വന്നാലേ ഫ്ലെയിം ചെറുതാക്കട്ടോ. അങ്ങനെ നമ്മളൊരു 15 മിനിറ്റ് നേരം ഇത് വേവിച്ചണം. 15 മിനിറ്റ് വേവിച്ചുമ്പോൾ അത് കറക്റ്റ് വേകാക്കാരം. അപ്പോൾ നിങ്ങളൊന്ന് എടുത്തൊന്ന് നോക്കുകൊണ്ടു. അങ്ങനെയൊക്കെ തിളച്ചിട്ടുണ്ട്, നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ടേ ഒരു 15 മിനിറ്റ് വേവിച്ചട്ടോ. അപ്പോൾ കറക്റ്റ് വേകാക്കാരം.
ആവിക്ക് വേവിച്ചൊക്കെ ചെയ്യാം. ആവിക്ക് വേവിച്ചുമ്പോൾ ഇതിൽ ഉപ്പിടാൻ പറ്റില്ല. ഇങ്ങനെ വേവിച്ചുമ്പോഴാണ് നല്ലത് കേട്ടോ. അങ്ങനെ നമുക്കിതൊക്കെ ഒന്ന് വേവിച്ചിട്ടേ നല്ല ചൂട് ചായയുടെ കൂടി വെറുതെ കഴിക്കാനും ടേസ്റ്റ് കേട്ടോ. ഒരു നേരത്തെ ഫുഡ് ഇതാക്കാം നമുക്ക്. രാത്രിയൊക്കെ കഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. വയറ് നല്ലോണം നിറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ ചെണ്ടമുറിയാൻ മധുരക്കിഴങ്ങൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ ആ വെള്ളം കണ്ടില്ലേ, കറുത്തൊരു കളറ്. അപ്പം നമ്മളിങ്ങനെ കോരി എടുക്കുമ്പോൾ അതിൻ്റെ അഴുക്കുകളൊക്കെ അതിൽ പോയിട്ടുണ്ടാവും കേട്ടോ. മണ്ണൊക്കെ എന്തെങ്കിലും അടിയിലുണ്ടെങ്കിലേ ഒക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെ വെള്ളത്തിലിട്ട് വേവിച്ചാണ് നല്ലത് കേട്ടോ. കണ്ടില്ലേ ആ ചെണ്ടൻ്റെ പോലെ കേട്ടോ. നമ്മൾ ഇത് മുറിച്ചെടുക്കുമ്പോൾ ചെണ്ട കണ്ടിട്ടില്ല ഞങ്ങൾ, അതേപോലെ ആയിരിക്കും അല്ലേ. ഒക്കെ വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മധുരക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് നല്ല ചൂട് ചായയുടെ കൂടെ ഒന്ന് തണുത്തിട്ട് കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല കട്ടൻ ചായ മധുരക്കിഴങ്ങ് അടിപൊളി ടേസ്റ്റ്. ഇപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ സമ്മന്തിയൊക്കെ അരച്ച് കൂട്ടണമെങ്കിൽ കൂട്ടട്ടോ. പച്ചമുളക് ഉള്ളി ഇട്ടിട്ടേ അങ്ങനെ കൂട്ടണോലുണ്ട്. ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ ടേസ്റ്റാണ്. ചെറിയൊരു മധുരം ഉണ്ടാവും. തണുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. അതല്ലേ ഇത് തണുത്തിട്ടുള്ളൂ കേട്ടോ. തോൽ ഒളിക്കാൻ പറ്റിയ കൈ പൊളിഞ്ഞു പോകും, ഇത്ര ചൂടുണ്ട്. അങ്ങനെ നമ്മളെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ നമ്മുടെ മധുരക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാതും തോൽ വെച്ചെടുക്കാം. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാലേ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ടേ കമൻസൊക്കെ അറിയിക്കൊണ്ടു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആ കുഞ്ഞി ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തിയിട്ടേ എൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിച്ച് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൊണ്ടു. നമുക്കൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. തോലൊക്കെ പൊളിച്ചെടുത്തിട്ടേ, തോലൊക്കെ പെട്ടെന്ന് പൊളിച്ച് കിട്ടും കേട്ടോ. നല്ലോണം വെന്തിട്ടുണ്ട്. നല്ലൊരു മധുരമാണിത്. ചെറിയൊരു മധുരമുള്ളൂ. ഏത് രോഗികൾക്കും പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. തോലൊക്കെ എളുപ്പം പൊളിച്ചാൽ കിട്ടും. അങ്ങനെ കൂട്ടുകാരെ നമുക്കിതൊക്കെ പൊളിച്ചിട്ടേ നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ ഒന്ന് കഴിക്കാം. വീഡിയോയിലേക്ക് പോയാലോ. ഇനി നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ കഴിക്കട്ടെ. അപ്പോൾ കയ്യുമ്പോൾ ആവില്ല.
സ്പൂൺ കൊണ്ട് കഴിക്കുകയാണല്ലേ, കൈ ഒട്ടൂലല്ലോ. ഒരു സ്പൂൺ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചാലേ നല്ലോണം തണുത്തിട്ട് കഴിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ നല്ല മധുരം ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. എന്നിട്ട് നല്ലൊരു ചൂടില്ല കട്ടൻ ചായയും കൂടി ഞാൻ കഴിച്ചിട്ടുണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. അല്ലേ, ഒക്കെ പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പടം ഒരാളെ കൊണ്ട് കഴിക്കാൻ കഴിയില്ല കേട്ടോ. പകുതി കഴിക്കുമ്പോൾ തന്നെ നമ്മളെ വയറിന്നറിയും. ഞാൻ അപ്പോൾ അതിലേക്ക് പാൽ ചായയാണ് കുടിക്കുന്നത്. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒന്ന് അയച്ചു കൊടുത്തിട്ടേ ഫീഡ്ബാക്കൊക്കെ അറിയിക്കൊണ്ടു. മധുരക്കിഴങ്ങൊക്കെ വീട്ടിലുണ്ടെങ്കിലേ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കൊടുന്നാലും മതി. ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് സാധനം. അപ്പോൾ അതിൻ്റെ സീസണാണ്. അങ്ങനെ നിങ്ങളേ മധുരക്കിഴങ്ങൊന്ന് പിഴിഞ്ഞ് തിന്ന് നോക്കി. നിങ്ങളെ തടിക്ക് നല്ലതാണ്, ഷുഗറുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അല്ലേ, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ ബേക്കറിയും എണ്ണ പലഹാരമൊക്കെ കഴിക്കുന്നതിലൊക്കെ നല്ലതേ ഇത് കഴിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ച് എല്ലാ കൂട്ടുകാർക്കും.